ഹായ് ഫ്രണ്ട്സ്, അപ്പ് ട്രെൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് യൂറോ USD ആണ്. അതിൻ്റെ മൂവ്മെൻ്റാണ് സംസാരിക്കുന്നത്. യൂറോ USD ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഡൗണിലേക്ക് 1.1590 മുതൽ 1.1690 വരെയാണ്. ഈ 100 പിപ്സിൻ്റെ മൂവ്മെൻ്റാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. മാർക്കറ്റ് ട്രെൻഡ് ബേസ്ഡ് മാർക്കറ്റാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക. പിന്നെ എസ്പെഷ്യലി ഇന്ത്യൻ ടൈം 8:30 മുതൽ ഹൈ വോൾട്ടേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാർക്കറ്റ് എവിടേക്കാണ് ഓടുന്നതെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ക്രൂഡ് ഓയിൽ ഡാറ്റ രണ്ടാമത്തെ പെയറായ അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും മാർക്കറ്റിന് വിട്ടു നിൽക്കണം. USD ഗോൾഡ് ഹൈ വോൾട്ടേഷൻ ഉണ്ടാകുന്ന ഇതാണ്. ഇത് നമ്മൾ പതുക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പെയറാണ് ഗോൾഡ്. എന്ത് സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഗോൾഡിലേക്കാണ് വരിക. അമേരിക്കൻ പ്രസിഡന്റ് അവിടെ തുമ്മിയാലും ഇവിടെ തുമ്മിയാലും ഗോൾഡിലേക്ക് പ്രതിഫലിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പെയറാണ് ഗോൾഡ്. ഗോൾഡിൻ്റെ ഇന്നത്തെ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഡൗണിലേക്ക് 3330 അപ്പിലേക്ക് 3358 60 70 വരെയൊക്കെ മൂവ് ചെയ്യും. എസ്പെഷ്യലി 8:30 മുതൽ അമേരിക്കൻ മാർക്കറ്റ് ടൈം മുതൽ ചിലപ്പോൾ ഹൈ വോൾട്ടേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് എവിടേക്കാണ് മൂവ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. കാരണം ക്രൂഡ് ഓയിൽ ഡാറ്റ ഉള്ളതാണ്. അത് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് 8:30 മുതൽ 9:30 വരെ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 3330 മുതൽ 3358 60 വരെയാണ്. 65 വരെയാണ് മൂവ്മെൻറ്റ്. 58 ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യുക. 3330 ബൈ ചെയ്യുക. മൂന്നാമത്തെ പെയറായ JPY USD ഇന്ന് മൂവ് ചെയ്യുന്നത് 147.20 ഡൗണിലേക്കും അപ്പിലേക്ക് 14860 മൂവ്മെൻറ്റ്. അതായത് 100 പിപ്സിൻ്റെ മൂവ്മെൻറ്റാണ്. 40 to 60 പിപ്സിൻ്റെ മൂവ്മെൻറ്റാണ് JPY മൂവ് ചെയ്യുന്നത്. എസ്പെഷ്യലി 8:30 നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം ക്രൂഡ് ഓയിൽ ഡാറ്റ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അതിന് ശ്രമിക്കും. നാലാമത്തെ പെയറായ GBP USD ബ്രിട്ടീഷ് പൗണ്ട് USD അതിനെക്കുറിച്ചാണ് ഇന്ന്. ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഡൗൺ ടൈമിലേക്ക് 1.3440 അപ്പിലേക്ക് 1.3560 ആണ് മൂവ് ചെയ്യുന്നത്. ഫുൾ ടൈം അപ്പായിരിക്കും JPY ഉള്ളത്. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. അതാണ് ഏറ്റവും ബെറ്റർ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഡൗണിലേക്ക് 1.3440 നിന്ന് വാങ്ങിയിട്ട് ഇന്നത്തെ മൂവ്മെൻറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 1.3560 ടേക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് 8:30 മുതൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. കാരണം ക്രൂഡ് ഓയിൽ ഡാറ്റ ഉള്ളതാണ്. അമേരിക്കൻ മാർക്കറ്റ് ടൈമിൽ ഹൈ വോൾട്ടേജ് സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പോൾ ഒരു ക്യാൻഡിൽ തന്നെ ഏത് ദിശയിലേക്ക് ഓടുന്നു നമുക്ക് പറയാൻ കഴിയില്ല. എസ്പെഷ്യലി മാറി നിൽക്കാൻ ഏറ്റവും ബെറ്റർ.
ഇത്രേ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്. ഇനി നാളെ ഇതേ ടൈമിൽ യൂട്യൂബിൽ നമ്മളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.